കത്തോലിക്ക കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനം നാളെ മുതൽ മുംബൈ ആനിമേഷൻ ആൻഡ് റിന്യൂവൽ സെന്ററിൽ നടക്കും. കല്യാണ തിരുപതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ മുഖ്യ പ്രമേയം സമുദായ ശാക്തീകരണം രാഷ്ട്ര പുരോഗതിക്ക് എന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങളുമായി കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ജോസ് കുട്ടി ജെ ഒഴികയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? വളരെ നിർണായകമായ ഒരു സമയത്താണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നവി മുംബൈ ആനിമേഷൻ റിന്യൂവൽ സെന്ററിൽ വെച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനം നടക്കുന്നത്. ഇത് പ്രഥമ ദേശീയ സമ്മേളനമാണ്. ആരംഭമായിട്ട് പറയാനുള്ളത്, കേരളത്തിലെ 13 രൂപതകളിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള സീറോ മലബാർ എല്ലാ രൂപതകളിൽ നിന്നുമായിട്ട് ഏകദേശം 150ഓളം പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. വിവിധ സെഷനുകൾ ഈ സമ്മേളനത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ക്രൈസ്തവ സമൂഹ ദേശീയ തലത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിന്റെ സംഭാവനകള്, ഈ സംഭാവനകൾ രാഷ്ട്ര നിർമ്മിതിയിൽ കൂടുതൽ ഫലപ്രദമായി എങ്ങനെ വിനിയോഗിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളുണ്ടാകും. ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് നിയമ പ്രശ്നങ്ങള്, നയപരിപാടികള്, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ക്രൈസ്തവ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളും അവയ്ക്ക് സാധ്യമാകുന്ന പരിഹാരങ്ങളും സംബന്ധിച്ചുള്ള ഗൗരവമായ ചർച്ചകൾ ഇതിനകത്തുണ്ടാകും. വളരെ നല്ല ഒരു ടീമാണ് നമ്മുടെ ഈ സമ്മേളനത്തിൽ പ്രതിനിധികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുക. ഉദ്ഘാടനം ചെയ്തത് സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവാണ്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കർദിനാൾ ഒസ്വാൾഡ് ഗ്രേഷ്യസ് ആണ്. അതുപോലെ ബാക്കി എല്ലാ സെഷനുകളിലും, പല സെഷനുകളിലായിട്ട് ആർച്ച് ബിഷപ്പുമാരായിട്ടുള്ള റാഫി മഞ്ഞളി, അതുപോലെ ബിഷപ്പുമാരായിട്ടുള്ള നമ്മുടെ റെമിജിയോസ് ജനറൽ പിതാവ്, ജോസഫ് അരുമച്ചാടത്ത് പിതാവ്, തോമസ് പാടിയത്ത് പിതാവ് തുടങ്ങി വിവിധ പിതാക്കന്മാർ ഇവിടെ നമ്മുടെ ആളുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു സമ്മേളനത്തിന് ശേഷം ദേശീയ തലത്തിൽ സീറോ മലബാർ സഭ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് ദിശാബോധം നൽകുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഒരുപക്ഷെ ഉണ്ടായേക്കും. സഭാ നേതൃത്വവുമായി സമഗ്രമായി ആലോചിച്ചുകൊണ്ട് സഭാ നേതൃത്വത്തിന്റെ പൂർണ്ണമായ പിന്തുണയോടും സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ഈ അതായത് നവി മുംബൈയിലുള്ള കല്യാൺ രൂപതയുടെ ആനിമേഷൻ റിന്യൂവൽ സെന്ററിൽ വെച്ച് ഈ സെമിനാർ നടത്തുന്നത്. എത്രത്തോളം പ്രാധാന്യമാണ് ഈ പ്രഥമ ദേശീയ സമ്മേളനത്തിനുള്ളത്? പ്രഥമ ദേശീയ സമ്മേളനത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതിന്റെ പ്രാധാന്യം തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് വാണിയപ്പുരിക്കൽ പിതാവ്, അതായത് നവീൻ കല്യാൺ രൂപതയുടെ ആർച്ച് ബിഷപ്പ് വാണിയപ്പുരിക്കൽ പിതാവിന്റെ നേരിട്ടുള്ള മുൻ നേതൃത്വം നിർദ്ദേശങ്ങളും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, സീറോ മലബാർ സമൂഹം എന്ന് പറയുന്നത് 2000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സമൂഹമാണ്. ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും സീറോ മലബാർ സമുദായം എത്തിച്ചേർന്നിട്ടുണ്ട്, വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അൽമായർ തമ്മിൽ നല്ല ഒരു നെറ്റ്വർക്ക് ഉണ്ടാവുകയും അവരവരുടേതായ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളെ പരസ്പരം സഹായിക്കത്തക്ക തരത്തിൽ വിപുലമായ ഒരു ബന്ധപ്പെടൽ സാധ്യമാവുകയും ചെയ്യേണ്ടതുണ്ട്. വിശ്വാസവും പാരമ്പര്യവും സംസ്കാരവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം സാധ്യമാകുന്ന തരത്തിലുള്ള വളരെ ശക്തമായ ഒരു ഏകോപനം, നെറ്റ്വർക്കിംഗ് നമ്മൾ ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ ഇതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകമായി 46 രാജ്യങ്ങളിലേക്ക് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്. അപ്പോ 2 അന്തർദേശീയ സമ്മേളനങ്ങൾ, അതായത് ഗ്ലോബൽ മീറ്റുകൾ നമ്മൾ ഇതിനോടകമായി നടത്തിയിട്ടുണ്ടായിരുന്നു 2019-ലും 2022-ലും. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത ഗ്ലോബൽ സമ്മേളനം 2026-ൽ റോമിൽ വെച്ച് ഒക്ടോബർ മാസം 19 മുതൽ 23 വരെ നമ്മൾ നടത്തുന്നുണ്ട്. ഈ ആഗോള തലത്തിലുള്ള നെറ്റ്വർക്കിംഗ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഭാരതം പോലെ വിശാലമായ ഒരു രാജ്യത്തിന്റെ വിവിധ മേഖലകളിലായിട്ടുള്ള ആളുകൾക്കിടയിൽ ഉണ്ടാകേണ്ട ആ പരസ്പരം നെറ്റ്വർക്കിങ്ങും ബന്ധപ്പെടലും. ഇതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് സാംസ്കാരികമായ ആ തനിമ ചോരാതെ അത് പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് നിലനിർത്താൻ കഴിയുക, വിശ്വാസപരമായ തനിമ നഷ്ടപ്പെടാതെ പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് നിലനിർത്താൻ കഴിയുക, വ്യക്തികൾ തമ്മിലുള്ള ആത്മബന്ധത്തിലൂടെ അവർക്കിടയിൽ ഉണ്ടാകുന്ന നെറ്റ്വർക്കിങ്ങിലൂടെ അവരവർ പ്രവർത്തിക്കുന്ന മേഖലകളെ കൂടുതൽ പുഷ്ടിപ്പെടുത്താനായിട്ടുള്ള സഹായം പരസ്പരം ലഭ്യമാക്കുക. ഇങ്ങനെ വിപുലമായ പ്രാധാന്യമാണ് ഇതിനകത്തുള്ളത്. പിന്നെ രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ നമുക്കറിയാം. ഭരണതലത്തിലും അതുപോലെ തന്നെ ഭരണ നിർവഹണ മേഖലകളിലും മറ്റെല്ലാ മേഖലകളിലും ക്രൈസ്തവരുടെ സാന്നിധ്യം അല്പം കൂടെ വളരേണ്ടതുണ്ട്. നമുക്ക് ഇന്ന് വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗമാണ് ക്രൈസ്തവർ.
ന്യൂനപക്ഷ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ബോധം, ന്യൂനപക്ഷ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തേണ്ടതുണ്ട് ദേശീയ തലത്തിൽ തന്നെ. ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും ഏതാണ്ട് പ്രത്യേക അവകാശമാണെന്ന്. ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്നത് ഒരു പ്രത്യേക അവകാശമല്ല, മറിച്ച് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ഭൂരിപക്ഷത്തിന് ലഭിക്കുന്നത് പോലെ തന്നെ ന്യൂനപക്ഷത്തിന് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു സംരക്ഷണ നിയമം മാത്രമാണ് ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്നത്. ഭൂരിപക്ഷത്തിന് ഇല്ലാത്ത ഒരവകാശവും ന്യൂനപക്ഷ അവകാശങ്ങളുടെ പേരിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്നില്ല. പക്ഷെ അവ നിഷേധിക്കപ്പെടാൻ പാടില്ല. ഇപ്പൊ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വിവിധ കാരണങ്ങളാൽ, രാഷ്ട്രീയ കാരണങ്ങളാലും അതുപോലെ തന്നെ ചില മത തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങളാലും ഒക്കെ ഈ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഭരണഘടന ഉറപ്പ് നൽകുന്ന ആ ഒരു അവകാശം ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനാപരമായും നിയമപരമായും നമ്മൾ അത്തരം പ്രശ്നങ്ങളെ നേരിടുന്നത്. അത്തരം പ്രശ്നങ്ങളെ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അത്തരം പ്രശ്നങ്ങളെ ആ തരത്തിൽ തന്നെ നമ്മൾ നേരിടുകയും ചെയ്യും. അതേസമയത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊരു വസ്തുത നമ്മുടെ ആളുകളെ നമ്മൾ ബോധ്യപ്പെടുത്തുകയും അതിന്മേൽ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും എന്ന തരത്തിലുള്ള, അതല്ലെങ്കിൽ നിയമപരമായ മാർഗങ്ങളിലൂടെ എങ്ങനെ നമുക്ക് നമ്മളെ സ്വയം രക്ഷിക്കാൻ കഴിയും എന്ന തരത്തിൽ അതിന് ഒരു ദേശീയ തലത്തിലുള്ള ഒരു ഏകരൂപം ഉണ്ടാകേണ്ടതുണ്ട്. ഒരിടത്തുണ്ടാകുന്ന ഒരു പ്രശ്നം അവരുടെ മാത്രം പ്രശ്നമല്ല, അത് ദേശീയ തലത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളും ആളുകളെ ബോധിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മുന്നോട്ടേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ ഇപ്പൊ 2000 വർഷത്തിൽ പ്രവർത്തന പാരമ്പര്യം ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ടേക്കുള്ള വരും നൂറ്റാണ്ടുകളിലും സീറോ മലബാർ സമുദായം എന്ന് പറയുന്നത് ശക്തമായ ഒരു സമുദായമായി നിലകൊള്ളുന്നതിന് ആവശ്യമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇവിടെ ശരിയാക്കിയെടുക്കുക അല്ലെങ്കിൽ തയ്യാറാക്കുക എന്ന ലക്ഷ്യമാണ് വളരെ കൃത്യതയോടുകൂടി പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന്റെ റോഡ് മാപ്പ് നമ്മളിവിടെ ഉണ്ടാക്കും. അടുത്ത ഒരു 5 വർഷം 10 വർഷം തുടങ്ങിയ മേഖലകളിൽ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടതിനെ സംബന്ധിക്കുന്ന ഒരു വിഷനും അതിന്റെ അടിസ്ഥാനത്തിലുള്ള റോഡ് മാപ്പ് നമ്മൾ ഇന്നത്തെ ഈ ദ്വിദിന സെമിനാറിൽ വെച്ച് തയ്യാറാക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ രാഷ്ട്ര പുരോഗതിക്ക് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്? രാഷ്ട്ര പുരോഗതിക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്കറിയാമല്ലോ, സീറോ മലബാർ സമുദായം വിവിധ രംഗങ്ങളിൽ മുന്നോട്ട് വന്ന സമുദായമാണ്. വിദ്യാഭ്യാസ രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്ത്, കൃഷിയിൽ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ കൃഷിയെ ആധുനികവൽക്കരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് സീറോ മലബാർ സമുദായമാണ്. അത് കായൽ നില കൃഷി മുതൽ മലയോര മേഖലകളിലെ റബ്ബർ കൃഷി മുതൽ തോട്ടം വിളകളുടെ മേഖലകൾ മുതൽ കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, കർണാടക ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് നമ്മൾ കടന്നുപോയിട്ടുണ്ട്. അത് ഒരു ഐറ്റമാണ് കൃഷി എന്ന് പറയുന്നത്. കൃഷിയിലുള്ള നമ്മുടെ ഇൻവോൾവ്മെന്റ് കൂടുതൽ ഫലപ്രദമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയിലേക്ക് നിർണായകമായ സംഭാവനകൾ ചെയ്യുക എന്നാണ് അതിനർത്ഥം. അതുപോലെ തന്നെ ഏറ്റവും ആദ്യകാലം മുതൽ തന്നെ വാണിജ്യ മേഖലയിൽ സജീവമായിരുന്ന ഒരു സമുദായമാണ് ക്രൈസ്തവർ. അപ്പൊ വാണിജ്യ മേഖലയിലൂടെ ഇടപെടലുകളിലൂടെ അതും രാജ്യത്തെ സമ്പന്നമാക്കുകയാണ് ചെയ്തത്. പിന്നെ ദേശീയ ബോധം എന്ന് പറയുന്നത് നമുക്കാരും പറഞ്ഞു തരേണ്ടതില്ല. സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാളിത്തം മുതൽ എല്ലാ കാര്യത്തിലും നമ്മൾ ദേശീയ ബോധത്തോട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായും നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് അത് ക്രൈസ്തവ സമൂഹത്തിന്റെ നമ്മുടെ രാജ്യത്തെ നിലനിൽപ്പ് ജനാധിപത്യപരമായും ഭരണഘടനാപരമായും ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അതിൽ ജാതിമത പരിഗണനകൾ ഒന്നും ഉണ്ടാകുന്നില്ല. മതേതരത്വത്തിന് വലിയ പ്രാധാന്യമാണ് നമ്മൾ നൽകുന്നത്. മതേതരത്വത്തിന് നമ്മൾ നൽകുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് അത് തീർച്ചയായും ഈ രാജ്യത്തെ സമ്പന്നമാക്കുകയാണ് ചെയ്യുന്നത്. കാരണം പല രംഗത്തും സങ്കുചിതമായ കാഴ്ചപ്പാടുകളോട് ആളുകൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത് തികച്ചും മത സൗഹാർദ്ദപരമായും സമുദായ സൗഹാർദ്ദപരവുമാണ്. അപ്പോ രാഷ്ട്ര പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് അടിസ്ഥാനപരമായി വേണ്ടിയിരിക്കുന്ന മേഖലകളിൽ നമ്മുടെ സംഭാവനകളും നമ്മുടെ ഇതുവരെയും ഉണ്ടായിട്ടുള്ളത് അത് കൂടുതൽ ഊർജ്ജസ്വലമാക്കുക, അത് കൂടുതൽ വിപുലമാക്കുക. അതുപോലെ തന്നെ രാജ്യത്ത് നമ്മൾ സീറോ മലബാർ സമുദായം രാജ്യത്ത് എവിടെ ഉണ്ടെങ്കിലും അവിടെ അവരുടെ സാന്നിധ്യം ആ സമൂഹത്തിന് ഒരു ഗുണം നൽകും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം രാഷ്ട്ര പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. ആധുനികമായ കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ടുള്ള ആധുനികമായ കാഴ്ചപ്പാടുകൾ, രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ മതേതരത്വത്തിൽ ഊന്നിയ കാഴ്ചപ്പാടുകൾ, മത സൗഹാർദ്ദത്തിൽ ഊന്നിയ കാഴ്ചപ്പാടുകൾ, ബഹുസ്വര സമൂഹത്തിൽ വിവിധ സമുദായങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട ആ ശക്തമായ ബന്ധങ്ങൾ, ഇതെല്ലാം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി കത്തോലിക്ക കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് അതാണ് സമുദായം ശക്തമായാൽ അതിന്റെ ഗുണം കിട്ടുക എന്ന് പറയുന്നത് രാഷ്ട്രത്തിന് മൊത്തത്തിലാണ് എന്ന് നമ്മൾ പറയുന്നത്. പ്രതിരോധ ശക്തികളെയോ വിഘടനവാദികളെയോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യത്തെ പുറകോട്ടേക്ക് നയിക്കുന്ന തത്വങ്ങളെയും അത്തരത്തിലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളെയും പ്രതിരോധിക്കുവാനും അതിനുപരിയായി ഒരു നന്മയുടെ മാർഗം കൂട്ടിലേക്ക് വരുവാനും ക്രൈസ്തവ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക്, സമുദായത്തിന്റെ വളർച്ചയ്ക്ക് സാധ്യമാകും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്
സമുദായ മുന്നേറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമുദായ ശാക്തീകരണം എന്ന് പറയുന്നത് രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടിയാണ് എന്ന്. എത്രത്തോളം ആളുകൾ ഇതിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? എവിടെ നിന്നൊക്കെയുള്ള ആളുകൾ ഇതിലൂടെ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുക? കേരളത്തിനകത്ത് ഉള്ള 13 രൂപതകളിൽ നിന്നും ഭാരവാഹികളാണ്, പ്രതിനിധികളാണ് എത്തുന്നത്. കേരളത്തിന് പുറത്തുള്ള രൂപതകളിൽ നിന്ന് വിവിധ നമ്പറുകളിൽ, അതായത് അവരുടെ സാധ്യതകൾ അനുസരിച്ചുള്ള 10 പേര് മുതൽ 3 പേര് വരെ പങ്കെടുക്കുന്ന രൂപതകളുണ്ട്. ആകെ 180 പ്രതിനിധികളാണ് എല്ലാ രൂപതകളിൽ നിന്നുമായിട്ട് ഇവിടെ പങ്കെടുക്കുന്നത്. ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം ആദ്യമാണ്. അതായത് എല്ലാ സീറോ മലബാർ രൂപതകളിൽ നിന്നും ഉള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു ലൈറ്റി സമ്മേളനം, അൽമായ സമ്മേളനം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. നമുക്കറിയാം, സീറോ മലബാർ സമുദായ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് സമുദായത്തിന്റെ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ മേഖലകളുടെ പരിപോഷണമാണ്. നമ്മൾ ഒരു ഭക്തസംഘടനയായിട്ടല്ല കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. കത്തോലിക്ക കോൺഗ്രസ് ഒരു ഭക്തസംഘടന അല്ല താനും. ഭക്തസംഘടന അല്ലാതായിരിക്കുമ്പോഴും നമ്മുടെ ആളുകൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഗുണകരമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കത്തോലിക്ക കോൺഗ്രസ് നിലപാടുകൾ എടുക്കുന്നത്. ഇവിടെ അപ്പൊ വിവിധ മേഖലകളിലുള്ള ആളുകൾ അതാത് പ്രദേശത്ത് അവരവരുടെ നേരിടുന്ന പ്രതിസന്ധികളുണ്ട്. അപ്പോ അത് ഡൽഹിയിലുള്ളവരുടെ പ്രശ്നമല്ല, ഇവിടെ നവി മുംബൈയിലോ അല്ലെ ബോംബെയിലുള്ളവരുടെ പ്രശ്നമല്ല, മറ്റേ ഗുജറാത്ത് മേഖലയിലുള്ള ആളുകളുടേത്. അതുപോലെ വിവിധ മേഖലകളിലുള്ള ആളുകൾക്ക് അവരവരുടേതായ രീതിയിലുള്ള വിവിധങ്ങളായ വിഷയങ്ങളും പ്രതിസന്ധികളും ഉണ്ട്, വിവിധങ്ങളായ ആവശ്യങ്ങളുമുണ്ട്. അപ്പോ ഈ വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകൾ ഇവിടെ പങ്കെടുക്കുമ്പോൾ ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു പരിച്ഛേദമായിട്ട് മാറുകയും അതോടൊപ്പം സമുദായത്തിന്റെ നിലവിലുള്ള മൊത്തത്തിലുള്ള ഒരു ചിത്രം, ആകെയുള്ള ഒരു ചിത്രം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുകയും ചെയ്യും. ആകെയുള്ള ചിത്രം രൂപപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് കുറവ്, എവിടെയാണ് ഗുണം, എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ട മേഖലകൾ ഏതൊക്കെയാണ്, ഒരു സമുദായം എന്ന നിലയിൽ ശാക്തീകരിക്കപ്പെടേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടാണ് അവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, നമ്മുടേത് ഒരു വർഗീയ മുന്നേറ്റമല്ല, ഒരു വർഗീയ സമീപനമല്ല ഇതിനകത്തുള്ളത്. കാരണം ഒരിക്കൽ പോലും ഒരു ക്രൈസ്തവനെ, പ്രത്യേകിച്ച് സീറോ മലബാർ സമുദായ അംഗത്തിന് വർഗീയമായി ചിന്തിക്കുവാനോ പ്രവർത്തിക്കാനോ കഴിയില്ല. അതേ സമയത്ത് ഇത് മുഴുവൻ ഒരു സമുദായത്തിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം ബന്ധപ്പെട്ടവരാണ്, സഹോദരന്മാരാണ്. അങ്ങനെയുള്ള നിലയ്ക്ക് ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക് ആ ഒരു സാഹോദര്യത്തോടു കൂടി രാജ്യത്തെ മൊത്തത്തിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പദ്ധതികളും നമ്മൾ ഓരോന്നും രൂപകൽപ്പന ചെയ്തത്. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമീപകാലത്ത് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ യുവാക്കളുടെ അമിതമായ വിദേശത്തേക്കുള്ള കുടിയേറ്റം. അതൊരു സ്വാഭാവികമായ രീതിയിലുള്ള കുടിയേറ്റമില്ല. വിദേശത്തേക്കുള്ള കുടിയേറ്റങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, അതിനൊരു സ്വാഭാവികത ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുതരം പാനിക് മൈഗ്രേഷൻ ആണ്. കാരണം ഇവിടെ നിന്നിട്ട് രക്ഷയില്ല എന്ന ഭീതിയിൽ നിന്നുണ്ടാകുന്ന ഒരു മൈഗ്രേഷൻ ആണ്. ഇവിടെ നിന്നിട്ട് രക്ഷയില്ല എന്നുള്ള ഭീതിക്ക് പകരം ഇവിടെ നിന്നാലും രക്ഷയുണ്ട് എന്ന് ഇന്ത്യയിലെ മുഴുവൻ സീറോ മലബാർ സമുദായ അംഗങ്ങളെ കാണിച്ചു കൊടുക്കുകയും ആ തരത്തിൽ അവർക്ക് ഇവിടെ നിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ മറ്റ് ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയും ഉത്തരവാദിത്വമാണ്. ആ ബാധ്യതയും ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കത്തോലിക്ക കോൺഗ്രസ് നമ്മളൊരു ജോബ് പോർട്ടൽ ആരംഭിച്ചത്. CC Global Careers.com എന്ന പേരിലുള്ള ജോബ് പോർട്ടൽ ആരംഭിക്കുകയും യുവാക്കൾക്ക് രാജ്യത്തിനകത്തുള്ള ജോലികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ബിസിനസ് മേഖലയിലുള്ള ആളുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ബിസിനസ് പോർട്ടൽ നമ്മളിപ്പോൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രാഷ്ട്രീയ ബോധവൽക്കരണ സെമിനാറുകൾ നമ്മുടെ എല്ലാ രൂപതകളും കേന്ദ്രീകരിച്ച് നടത്തുകയും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനസേവനം തന്നെയാണെന്ന ഒരു ബോധം നിലനിർത്തിക്കൊണ്ട് ആളുകളെ അതിലേക്ക് കടത്തിവിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഞാൻ എല്ലാത്തിന്റെയും അക്കമിട്ട് പറയുന്നില്ല. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളെ രാജ്യത്തെമ്പാടുമുള്ള സീറോ മലബാർ സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവർ ഭാഗഭാക്കുകളാകുക എന്നുള്ളതാണ്. സ്വന്തം ഉപജീവനത്തോടൊപ്പം രാഷ്ട്ര നിർമ്മിതിയിലും രാഷ്ട്രത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിലും ഭാഗഭാക്കാക്കാൻ ഓരോ സീറോ മലബാർ സമുദായ അംഗത്തെയും തയ്യാറാക്കുന്ന, അല്ലെ അവർക്ക് അതിനുവേണ്ട ശാസ്ത്രീയമായ പരിശീലനം നൽകുന്ന ഒരു പദ്ധതിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഈ സെമിനാറിൽ BJP-യിൽ നിന്നുള്ള പ്രതിനിധികൾ, അതായത് ഇപ്പോഴത്തെ ഭരണകക്ഷിയിൽ നിന്നുള്ള പ്രതികൾ, കോൺഗ്രസിൽ നിന്നുള്ള ഇപ്പോഴത്തെ പ്രതിപക്ഷത്തു നിന്നുള്ള പ്രതിനിധികൾ, ന്യൂനപക്ഷ കമ്മീഷന്റെ അംഗമായിട്ടുള്ള ശ്രീ മിസ്റ്റർ ടിക്ലോ, അതുപോലെ തന്നെ സീറോ മലബാർ സമുദായത്തിന് പുറത്ത് മലങ്കര സഭയിൽ നിന്നും ലത്തീൻ സഭയിൽ നിന്നുള്ള മെത്രാന്മാരും വൈദികരും, അങ്ങനെ ആ തരത്തിൽ കൂടെ ഒരു വിപുലീകരണം, ആ തരത്തിൽ കൂടെ ഒരു വൈവിധ്യം, അല്ലെങ്കിൽ ആ തരത്തിൽ കൂടെ ഒരു ഉൾക്കൊള്ളൽ
നമ്മൾ നടത്തിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ 2 ദിന സെമിനാർ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അത് ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ക്രൈസ്തവമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾക്കറിയാമല്ലോ, ബൈബിളിൽ പറയുന്നുണ്ട് വിശ്വസിച്ചവർ ഒരു സമൂഹമായി മാറി എന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരേ വിശ്വാസം പേറുന്നത് കൊണ്ട് തന്നെ ഒരു സമൂഹമായി മാറുന്ന, അല്ലെങ്കിൽ കൂടുതൽ കെട്ടുറപ്പുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയയായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ 2 ദിവസത്തെ ഈ ദേശീയ സെമിനാർ കൊണ്ട് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറായി. ഇവിടെ ഈ ആർക്കിൽ തന്നെ ആണ് ബഹുഭൂരിപക്ഷം ആളുകൾ താമസിക്കുന്നത്. ഇവിടെ 1-ാം തീയതി രാവിലെ പ്രസിഡന്റ് രാജീവ് കൊച്ചോറമ്പിൽ പതാക ഉയർത്തും. ആ പതാക ഉയർത്തതിന് ശേഷം 9:30 തന്നെ ബഹുമാനപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് നമ്മുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് പൊതു സമ്മേളനവും അതിനുശേഷം ഉണ്ടാകുന്ന വിവിധ സെഷനുകളിലായിട്ടാണ് വ്യത്യസ്തമായ മേഖലകളിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട വൈദികരും അതുപോലെ തന്നെ ബിഷപ്പുമാരും അതുപോലെ മറ്റ് സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രവർത്തകരും പങ്കെടുക്കുക. അവസാനമായി ഒരു ചോദ്യം കൂടി. ഇപ്പോൾ നമ്മൾ പ്രഥമ ദേശീയ സമ്മേളനം നടത്തുമ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കേരളത്തിനപ്പുറത്ത് ഈ കത്തോലിക്ക കോൺഗ്രസ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്? എത്രത്തോളം ആഴത്തിൽ പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലേക്ക്? ഒട്ടെല്ലാ സംസ്ഥാനങ്ങളിലും, സൗത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, അതായത് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, പിന്നെ ഈ ഗോവയുടെ ഭാഗങ്ങള്, മഹാരാഷ്ട്ര തുടങ്ങി, മധ്യപ്രദേശ്, ബംഗാൾ തുടങ്ങി എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ സാന്നിധ്യം എത്തിയിട്ടുണ്ട്. നമ്മൾ സംസ്ഥാനം എന്ന് പറയുന്നതിനേക്കാളും സഭയുടെ ഒരു ഘടന രൂപതകൾ കേന്ദ്രീകരിച്ചായതുകൊണ്ട് നമ്മൾ രൂപതകളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ചില രൂപതകൾ ഒന്നിലധികം സംസ്ഥാനങ്ങളിലുണ്ട്. അതേസമയത്ത് നമ്മുടെ മിഡിൽ ഈസ്റ്റ് മേഖലകളിൽ നമ്മുടെ ആളുകളുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും താരതമ്യേന കുറവാണ്. ആ മേഖലകളിൽ നിന്നും പ്രതിനിധികൾ എത്തുന്നുണ്ട്, പക്ഷെ അധികം പേരില്ല. പ്രധാനമായും നമ്മുടെ ഈ ദക്ഷിണ ഭാരതം, അതുപോലെ തന്നെ പശ്ചിമ മേഖലയിലുള്ള ഗുജറാത്തും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങള്, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങള്, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങള്, അതുപോലെ തന്നെ ഒറീസ, ആ മേഖലയിൽ നിന്ന് എല്ലാ പ്രതിനിധികളും ഇവിടെ എത്തുന്നുണ്ട്. ഈ എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം തന്നെ കൃത്യമായും കേരളത്തിൽ നിന്നുള്ള പശ്ചാത്തലം ഉൾക്കൊള്ളുന്നവരാണ്. 1-ാം തലമുറയിൽപ്പെടുന്ന മലയാളികളും 2-ാം തലമുറയിലും 3-ാം തലമുറയിലും പെടുന്ന മലയാളികളും ഇവിടെ വരുന്നുണ്ട്. കേരളത്തിന് പുറത്ത് സ്ഥിരതാമസമാക്കിയ മലയാളി പാരമ്പര്യം ഉണ്ടായിരിക്കുന്നവർക്കൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം, ആരും സ്വന്തം വിശ്വാസങ്ങളും സ്വന്തം പാരമ്പര്യങ്ങളും സംസ്കാരവും ആണ് ഒരു മനുഷ്യന് അവൻ്റെതായ രീതിയിലുള്ള ഒരു വ്യക്തിത്വവും വ്യതിരിക്തതയും നൽകുന്നത്. ആ നിലയ്ക്ക് സിറോ മലബാർ സമുദായങ്ങൾ എല്ലാവരും തന്നെ ആ തരത്തിൽ സജീവമായി അവരവരുടെ വ്യക്തിത്വവും അതുപോലെ തന്നെ സംസ്കാരവും വിശ്വാസവും കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിനെ ഒന്ന് ഏകീകരിക്കുക, അവിടെ ആണ് നമുക്ക് ഇത് സാധ്യമാകുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏതൊക്കെ രൂപതകളിലാണോ നമ്മുടെ യൂണിറ്റുകൾ ആരംഭിക്കുക, അവിടെ നമ്മൾ ഇനി ഇതിന് ശേഷം കൂടുതൽ അതിനെ വിപുലീകരിക്കും. അതിന് ബഹുമാനപ്പെട്ട ബിഷപ്പുമാരുമായും ഒക്കെ ആലോചിച്ചിട്ട് സഭാ സംവിധാനത്തിന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടി ഇന്ത്യയിലെ എല്ലാ രൂപതകളിലും കഴിയുന്നത്ര എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ യൂണിറ്റുകൾ രൂപീകരിക്കാനും അങ്ങനെ സജീവമായ ഒരു സംഘടനാ സംവിധാനം ദേശീയ തലത്തിൽ തന്നെ രൂപപ്പെടുത്താനായിട്ടുമാണ് നമ്മൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. കത്തോലിക്ക കോൺഗ്രസിന്റെ പഴയ പേര് AKCC എന്നായിരുന്നു, അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് എന്നായിരുന്നു. 2012 വരെ നമ്മൾ കേരളത്തിൽ മാത്രമാണ് ഒതുങ്ങി നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 2012 ശേഷമാണ് ദേശീയ തലത്തിലേക്ക് നമ്മുടെ പ്രവർത്തനം വ്യാപിപ്പിക്കണം. കാരണം കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്നത് സിറോ മലബാർ സഭാംഗങ്ങൾ എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ എത്തിയിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് നമ്മൾ അങ്ങനെ തീരുമാനിച്ചത്. അതിനുശേഷം പിന്നീട് ദേശീയ തലത്തിലേക്കുള്ള പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് പോരാ. കാരണം വളരെയധികം അംഗങ്ങൾ വിദേശത്തുള്ള വിവിധ രാജ്യങ്ങളിലായിട്ടുണ്ട്. അവർക്ക് അവരുടേതായ വിവിധ ആവശ്യങ്ങളുണ്ട്, ആത്മീയമായ ആവശ്യങ്ങളുണ്ട്, സാംസ്കാരികമായും വിശ്വാസപരമായും പാരമ്പര്യപരവുമായ ആവശ്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആഗോള സംവിധാനമായിട്ട് മാറുവാനും കത്തോലിക്ക കോൺഗ്രസ് AKCC അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് എന്ന പേര് അല്പം പരിഷ്കരിച്ച് കത്തോലിക്ക കോൺഗ്രസ് എന്നാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തത് അതുകൊണ്ടാണ്. അപ്പോ ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഒന്നിച്ചു കൂടുവാനും
പരസ്പരം ആശയവിനിമയം നടത്താനും ഉള്ള അവസരങ്ങൾ പ്രതീക്ഷിക്കുന്നവരാണ് നമ്മുടെ അംഗങ്ങൾ, പുറത്തുള്ള അംഗങ്ങൾ മുഴുവനും. അപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് ഇത്, പ്രത്യേകിച്ച് ഭാരതത്തിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ ഒരു ഏതൊരു ആവശ്യം എവിടെ ഉണ്ടായാലും ബാക്കി എല്ലാവരുടെയും പിന്തുണ ആ മേഖലയിലെ ജനങ്ങളുടെ ആവശ്യത്തിൽ, ആ ആളുകളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് വരുമ്പോൾ അത് നൽകുന്ന ഒരു ആത്മവിശ്വാസവും ആത്മാഭിമാനവും വളരെ വലുതാണ്. ആത്മാഭിമാനമുള്ള ഒരു സിറോ മലബാർ സമുദായ രൂപീകരണം എന്ന് പറയുന്നത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളുണ്ടല്ലോ, നമുക്ക് സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ട്, ജനസംഖ്യ ഗണ്യമായി കുറയുന്ന ഒരു പ്രശ്നമുണ്ട്, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ധാരാളം ചെറുപ്പക്കാർ രാജ്യം വിട്ടു പോകുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതിന്റെ എല്ലാം പരിണതഫലമായി ഒരു ആത്മവിശ്വാസക്കുറവ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ചു നിന്ന് നമുക്ക് നമ്മുടേതായ രീതിയിൽ കൂടുതൽ പോഷണത്തോടുകൂടി, കൂടുതൽ നന്മയോടുകൂടി വികസിച്ച് വരാം എന്നൊരു കാഴ്ചപ്പാട് നൽകാൻ നമുക്ക് ഈ സെമിനാറിലൂടെ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഇപ്പോൾ വേണ്ടത്ര സജീവമല്ലാത്ത അല്ലെങ്കിൽ വേണ്ടത്ര സംഘടനാ സംവിധാനം രൂപപ്പെടാത്ത നമ്മുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി നമ്മുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനായിട്ടാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി. അങ്ങ് ഈ വിഷയമായി